ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ഉണ്ടല്ലോ. വൈകുന്നേരം ചായയുടെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് രാവിലേക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ്, ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തൊക്കെ തരുന്നെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തൊക്കെ ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലിട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് അരിയാട്ടോ. നമ്മൾ ചോറ് വെക്കുന്ന ഏത് അരിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പൊന്നി അരി ആട്ടോ. അപ്പോൾ നമ്മൾ അതാ ചോറ് വെക്കാൻ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ അരിയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പ് അരി ഉണ്ടെങ്കിലും അത് നമുക്ക് ഇതിനായിട്ട് എടുക്കാം കേട്ടോ. ഇനി ഈ അരി നന്നായിട്ട് കഴുകിയെടുക്കുക. നമ്മൾ ചോറൊക്കെ വെക്കുന്ന സമയത്ത് ഒരു 3-4 വെള്ളത്തിലൊക്കെ കഴുകിയെടുക്കൂലേ, അതുപോലെ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കഴുകിയിട്ട് എടുക്കാം. അരി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിനൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളിതാ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതാ ഇപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള ആ രീതിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിപ്പമുള്ള പാത്രം തന്നെ എടുക്കാം കേട്ടോ. നമ്മളിതിനെ വറുത്തെടുക്കുന്ന സമയത്ത് അരി ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങും. അപ്പോൾ അത് പുറത്തേക്ക് തെറിച്ച് പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ കുറച്ച് വലിപ്പമുള്ള പാത്രം തന്നെ എടുത്തിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് കൈയെടുക്കാതെ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കാം. എന്നിട്ട് അതിൻ്റെ കളറും ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് മാറി വരുന്നത് വരെ നമുക്കിതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വറുത്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഒന്ന് നമ്മൾ വെള്ളമൊക്കെ നമുക്കൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാം കേട്ടോ. നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള മധുരത്തിനുള്ള വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് 3 പീസ് വെള്ളമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറുതായതുകൊണ്ടാണ് 3 പീസ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ 1-2 മതിയാവും, വലുതാണെങ്കിൽ 1-2 മതിയാവും കേട്ടോ. അപ്പോൾ ചെറുതായത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ 3 പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ അരിയൊക്കെ നന്നായി വാർന്നിട്ട് ഈ ഒരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതിങ്ങനെ വറുത്തെടുത്തത് കൊണ്ട് തന്നെ ഇതിന് കളർ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഫ്ലെയിമിലാക്കിയാൽ പെട്ടെന്നായി കിട്ടും, പക്ഷേ ഇതിൻ്റെ കളർ ചിലപ്പം കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച ആ ടേസ്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത്. അപ്പം നമ്മളിതിപ്പം മീഡിയം ടു ലോ ഫ്ലെയിം ഇട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക. നമുക്കിതുപോലെ ഒരു ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഏലക്കായും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് പൊടിച്ചെടുത്തിട്ട് ഇതൊക്കെ മിക്സ് ആക്കിയിരിക്കുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂണോളം ഏലക്കായ പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മളിതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മളിത് പൊടിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മളിതാ പൊടിച്ചെടുത്തിട്ടുള്ള നമ്മൾ അരി ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിന് ആവശ്യമായിട്ടുള്ളത് പയാട്ടോ. അതൊക്കെ നമുക്ക് നേന്ത്രപ്പായ എടുക്കാം, വലിയ പയയില്ലേ അതെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൈസൂർ പായോ ചെറിയ പായോ റോബസ്റ്റോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ ഏത് പഴമാണെങ്കിലും നമുക്കിതിനായിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മൾ വലിയ നേന്ത്രപ്പായായിട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് റൗണ്ടായിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് കുരുവിനാന്ന് അരിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് നമ്മളിതാ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർക്കുന്നത്. നമ്മൾ എടുത്തിട്ടുള്ളത് 1 കപ്പ് അരിയല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് 1 കപ്പ് തേങ്ങയും കൂടി ചിരവി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ചിട്ടുള്ള നമ്മളെ വെള്ളം ഉണ്ടല്ലോ, അതിങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കൂടി ഒരുമിച്ച് അങ്ങ് ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇളക്കിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കട്ട കെട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടോടല്ലേ എല്ലാം ഉള്ളത്, അതുകൊണ്ട് തന്നെ കുറച്ച് ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ഗീയിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഒട്ടും എണ്ണയൊന്നും വേണ്ട. ഇതുപോലെ ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കിയാൽ മതിയേ. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാനും നല്ല ഭംഗിയുണ്ടാവും, കഴിക്കാനും നല്ല അടിപൊളിയാട്ടോ ഇത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തൊക്കെത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആട്ടോ. വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ സൂപ്പറാണേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.